അമേരിക്കൻ മലയാളിയായ ജിജു ജോണിനെ പ്രേക്ഷകർ മറന്നു കാണാനിടയില്ല. അമേരിക്കയിലെ പ്രശസ്ത സാൽസ ഡാൻസറും ഗായകനുമൊക്കെയായ ജിജുവിനെ 2 വർഷം മുമ്പ് എന്റർടൈൻമെന്റ് ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ആൽബവുമായി ജിജു വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. ജിജു തന്നെ പാടി അഭിനയിച്ചിരിക്കുന്ന സെർച്ചിങ് ഫോർ യു എന്ന സംഗീത ആൽബത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 2 ഗാനങ്ങളുള്ള ഈ സംഗീത ആൽബത്തിലെ ഒരു ഗാനം ലാറ്റിൻ സംസ്കാരത്തിന്റെ നൃത്ത സംഗീത രൂപം സമന്വയിപ്പിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ഗാനം പൂർണ്ണമായും വെള്ളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചതും. പുതിയ ആൽബത്തിന്റെ മറ്റു പ്രത്യേകതകളും വിശേഷങ്ങളും ജിജു തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ആദ്യം ആൽബത്തിലെ പാട്ടുകൾ കണ്ട ശേഷം തിരിച്ചെത്താം. अब मुझे ना गवारा, ये गुज़ार अब मुझे ना गवारा। ढूंढ तुझे ढूंढता हूँ, यहाँ वहाँ तू कहाँ, कहाँ है तू जाने जाना, ओ कहाँ है बताना। ढूंढ तुझे ढूंढता हूँ, यहाँ वहाँ तू कहाँ, कहाँ है तू जाने जाना, ओ कहाँ है बताना। ना 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 आँखों का वो खुमार, दिल को किया बेकरार, तेरी आँखों का वो खुमार, तेरी बातें किया। സെർച്ചിങ് ഫോർ യു എന്ന ആൽബം ഒരുക്കിയ ജിജു ജോൺ എന്റർടൈൻമെന്റ് ന്യൂസിൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. ജിജു, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആൽബം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള വളരെ വ്യത്യസ്തമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ആൽബം. കൂടുതലായി എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പറയുക? താങ്ക്സ് പ്രജില. 2 വർഷത്തിന് ശേഷം വീണ്ടും ഈ പരിപാടിയിലേക്ക് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മുമ്പ് നമ്മൾ പരിചയപ്പെട്ടപ്പോഴത്തേന് ഞാൻ എൻ്റെ ആദ്യത്തെ സംരംഭമായ ഇന്ത്യൻ സാൽസ സോങ് രംഗ് രംഗീലിയ ദുനിയ അത് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അന്ന് ഞാൻ വന്നത്. ഇപ്പോൾ അതിൻ്റെ 2ാം ഭാഗമായിട്ട് ലാറ്റിൻ മ്യൂസിക്കിലെ തന്നെ വേറൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മ്യൂസിക് ശാഖ ചാച്ചാച്ച എന്ന് പറയുന്ന സംഗീത ശൈലിയുടെ ഒരു ഇന്ത്യൻ ട്വിസ്റ്റ്, ഒരു ഇന്ത്യൻ ഫ്യൂഷൻ, അതാണ് ഢൂണ്ടു തുജെ സെർച്ചിങ് ഫോർ യു എന്നുള്ള ഹിന്ദി ആൽബത്തിൽ ഞാൻ ചേരിക്കുന്നത്. അതിലെ 2ാമത്തെ സോങ് ഈ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൻ്റെ പശ്ചാത്തലത്തിൽ ദിൽ കോക്കിയ എന്ന് പറഞ്ഞ വേറൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അതൊരു ഡാൻസ് വീഡിയോ അല്ല, പക്ഷേ വളരെ മനോഹരമായ സിംബോളിക് വിഷ്വൽസ് ചേർത്ത വളരെ ഇമോഷണൽ ഫീലുള്ള നല്ലൊരു പാട്ടാണ്. തീർച്ചയായും ഇത് എൻ്റെ മുമ്പത്തെ ആൽബം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച ജനങ്ങൾ ഈ 2 ആൽബവും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിജു, മറ്റു രാജ്യങ്ങളിലെ സംസ്കാരം ഇതിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളുടെ ഇന്ത്യൻ സംസ്കാരവും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചലഞ്ചിങ്ങായ ഒരു കാര്യമല്ലേ? തീർച്ചയായും എൻ്റെ ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറയുന്നത് ഏതൊരു കൾച്ചറിൻ്റെയും ഏതൊരു സംസ്കാരത്തിൻ്റെയും റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറയാമല്ലോ. അപ്പോൾ ഈ 2 വ്യത്യസ്തമായ മ്യൂസിക് ജാൻറേഴ്സിനെ ബ്ലെൻഡ് ചെയ്തപ്പോൾ, അതായത് ഫ്യൂസ് ചെയ്തപ്പോഴത്തേന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബാലൻസ് അത് നിലനിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അത് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ആൽബത്തിന് കിട്ടുന്ന വളരെ എൻകറേജിങ് ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് ഇത് എൻ്റെ ഉദ്ദേശം സാധിച്ചു എന്നുള്ളതിനൊരു പ്രൂഫാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബെന്നി ജോൺസൺ, മലയാളിയായ ഒരു മ്യൂസിക് ഡയറക്ടർ, വളരെയധികം പ്രഗത്ഭനായ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം മലയാളത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ മ്യൂസിക് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ വളരെ ഭംഗിയായിട്ട് ഈ 2
മ്യൂസിക് ശൈലികൾ തമ്മിലുള്ള ഒരു ഫ്യൂഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജിജു സാൽസയിൽ നിന്നും ഈ ചാ 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 അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയ ഒരു ആൽബത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ക്രൂവിനെയൊക്കെ കണ്ടെത്തിയത് ജിജു തന്നെയായിരുന്നു? അതെ, ഈ ചാച്ച എന്ന് പറയുന്നത് എൻ്റെ ആക്ച്വലി വളരെ വളരെ പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ഡാൻസ് ശൈലിയാണ്. ഞാൻ സാൽസ പഠിച്ചു തുടങ്ങിയ 10 വർഷം മുമ്പ് ഞാൻ സാൽസ പഠിച്ചു തുടങ്ങിയ ആ സമയത്ത് തന്നെ ചാച്ച ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ വളരെയധികം ഞാൻ പെർഫോമൻസസ് അതേപോലെ തന്നെ കൊറിയോഗ്രാഫി ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആൽബം ചെയ്തപ്പോഴത്തേന് സാൽസ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ സാൽസയാണ് ലോകത്ത് ഏറ്റവും അധികം ഈ ലാറ്റിൻ മ്യൂസിക്കിൽ തന്നെ ഏറ്റവും അധികം പ്രചാരമുള്ള മ്യൂസിക് സ്റ്റൈലാണ് സാൽസ. അതുകൊണ്ടാണ് ഞാൻ സാൽസയിൽ ചെയ്തത്. അടുത്തൊരു ആൽബം ചെയ്യുമ്പോൾ തീർച്ചയായും ചാച്ച എന്നുള്ള എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ആ ശൈലിയിൽ തന്നെ ചെയ്യണം എനിക്ക് വളരെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ക്രൂ എൻ്റെ ഡാൻസേഴ്സിനെ ഞാൻ ആക്ച്വലി US നിന്ന് ബോംബെയിലേക്ക് കൊണ്ടുവന്നു. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, അതേപോലെ ചെന്നൈ അവിടെ നിന്നുള്ള ഈ ചാച്ച അതിൽ ട്രെയിനിങ് നേടിയിട്ടുള്ള ഡാൻസേഴ്സിനെ ഞാൻ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നത് ബോംബെയിലായിരുന്നു. അവിടുത്തെ ക്രൂവും എല്ലാം അവിടെ തന്നെയായിരുന്നു. ജിജു 2009 കഴിയുകയാണ്. 2010 എന്തൊക്കെയാണ് പുതിയതായിട്ട് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ജിജുവിൻ്റെ? 2010 ആക്ച്വലി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 പ്രോജക്ട്സ് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് ബോളിവുഡ് മൂവീസിന് വേണ്ടിയിട്ടായിട്ട്. ആദ്യത്തെ ഒരു ബോളിവുഡ് മൂവിയിൽ ഞാൻ കൊറിയോഗ്രാഫറാണ്. അതിലെ ഒരു പാട്ടിന് വേണ്ടി അതിലെ മെയിൻ പാട്ടിന് വേണ്ടി ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്നു. രണ്ടാമത്തെ മൂവി അത് അടുത്ത വർഷം പകുതിയോടുകൂടി പുറത്തിറങ്ങും. ഗോവയിൽ വെച്ച് ചിത്രീകരിക്കുന്ന ഒരു ഹിന്ദി മൂവിയുടെ അതിലെ 2 ഗാനങ്ങൾ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ഗാനങ്ങൾ ഞാൻ തന്നെയാണ് പാടുന്നത്. അതുകൂടാതെ ആ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷവും ഞാൻ ചെയ്യുന്നുണ്ട്. സംഗീതം ഈ മൂവിക്ക് വേണ്ടിയും ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടർ ബെന്നി ജോൺസിനെയാണ് ഞാൻ കരാർ ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി ജിജു ജോൺ എന്റർടൈൻമെന്റ് ന്യൂസിൽ അതിഥിയായി എത്തിയതിന്. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കട്ടെ. എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ്. ആൽബത്തിനും ഒപ്പം തന്നെ പുതിയ 2 ബോളിവുഡ് പ്രോജക്റ്റുകൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്താം.